നമസ്കാരം. ഇത് മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണ്ണത്തിന്റെ വില ഇന്നും ഇറങ്ങും. എന്തുകൊണ്ട് ഇറങ്ങുമെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഈ വഡ്ഡി വിഹിതം കൂടാൻ പോകുന്നു. വഡ്ഡി വിഹിതത്തിനെ എത്രയും ദൂരം കേറ്റുന്നോ അത്രയും തോളം ഗോൾഡിന്റെ വില കുറയും. ഇത് 6 മാസത്തിലിരുന്ന് 1 വർഷത്തിന് തന്നെ ഇരിക്കും. അടുത്ത കൊല്ലം ഇതേ സമയം കേറ്റിയ വട്ടിനെ തിരികെ കുറയ്ക്കും. പിന്നെ ഇറങ്ങിയ ഗോൾഡ് പിന്നെ റോക്കറ്റിൽ കയറും. ഇത് 1000 രൂപയെങ്കിൽ ഇത് 500 ആയിരിക്കും. 1000 രൂപ ഇറങ്ങിയെങ്കിൽ 1000 രൂപ ഏറും. ഇത് 1 കൊല്ലം കഴിഞ്ഞാണ് വർഷത്തിന് നമുക്ക് വേദനിക്കും. ഒരിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റും, വേദനിക്കും. വേദന സഹിക്കാൻ പറ്റൂലെങ്കിൽ സ്വർണ്ണത്തിനെ വാങ്ങണ്ട. 24 ക്യാരറ്റ് ഗോൾഡ് വീഴുന്നില്ല. വെറും 22 ക്യാരറ്റ് മാത്രമാണ് വീണിട്ടുള്ളത്. വെള്ളി വന്നിട്ട് ലോകത്തിനെ പറ്റിക്കുന്നു. ഇത് 45 എന്നാണ് പറയുന്നത്. വിൽക്കാൻ ചെലവാണെങ്കിൽ 2.20 2.10 മുകളിൽ വാങ്ങൂല. ആദ്യം വിൽക്കാൻ ശ്രമിക്കുക, പിന്നെ വെള്ളി വാങ്ങുന്നതാണ് കൊള്ളാം. USD INR 2470 അടുത്താണ് ഇരിക്കുന്നത്. 2.74 ഇരിക്കുന്നു. കേറിയ വില ഒന്നും കുറഞ്ഞില്ല. ഉള്ള ഹിസ്റ്റോറിക് ന്യൂസ് പാനിൽ എണ്ണ ഗില്ലിയാണ്. 30 വർഷത്തിൽ ഇല്ലാതെ അത്രയ്ക്കുമാണ് എണ്ണ താഴെ ഇറങ്ങിയിട്ടുള്ളത്. 162 എണ്ണ. പാൻ കമ്പനിക്കൊക്കെ ഭയങ്കര ഖുഷിയാണ്. ഖുഷി എന്ന് വെച്ചാൽ അവർ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നു. മെയിൻലി വന്നിട്ട് ഒരു എക്സ്പോർട്ട് ഡ്രിവൻ കൺട്രിയാണ്. കാരണം അവർക്ക് വിഷമമില്ല. അതുകൊണ്ട് ജപ്പാൻ താഴെ വീഴുന്നിരിക്കുന്നു. എന്നാൽ ഒരിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ പോകുന്നു. ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നില്ല. എല്ലാ ഈൽഡ് ഇൻഡിക്കേഷനും എന്ത് പറയുന്നു എന്നാൽ 1.5 വരയ്ക്കും കയറ്റുമെന്ന് പറയുന്നു. ഈ 1.5 കയറി അമേരിക്കയും കയറുവാണെങ്കിൽ വളരെ പാടാണ്. കാരണം അമേരിക്ക കയറുന്നതിന് മുമ്പേ തന്നെ ജപ്പാൻ കയറ്റും. ഈ ലോസ് കുറച്ച് മേക്കപ്പ് ആവും. പക്ഷെ ഓവറാളായിട്ട് വീക്കാ തന്നെ ഇരിക്കും. ഇന്ന് വന്നിട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആണ്. ടു 850 വരയ്ക്കും ചെന്നായിരുന്നു. ഒരു സമയത്തിൽ 150 വരയ്ക്കും ചെന്നായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ -51 വരയ്ക്കും ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി HDFC മൂലം ഏത് ഓക്സിജൻ കൊടുത്താലും അത് കയറുന്നില്ല. -200 ആണ്. ഇന്നുള്ള മുഖ്യ വാർത്ത എന്തെന്ന് വെച്ചാൽ തങ്കമയിൽ 7% ഏറിയിരിക്കുന്നു. 6000 കഴിഞ്ഞു പോകുന്നു, എവിടെയോ ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ ഏത് റേറ്റിൽ സംസാരിച്ചു എന്ന് നിങ്ങൾ കോവിഡ് സമയത്തിൽ ചെന്ന് നോക്കണം. ആയിട്ട് നോക്കണം. ടൈറ്റനും 3.5% ഏറിയിരിക്കുന്നു. കല്യാൺ ജുവലേഴ്സും 3% ഏറിയിരിക്കുന്നു. ഗോൾഡ് റേറ്റ് വിളുന്ന സമയം ഇവിടെ സെയിൽസ് ഇൻക്രീസ് ആവും ഒരു വിശ്വാസം. രണ്ടാമത് മുഖ്യ കാര്യം എന്തെന്ന് വെച്ചാൽ തങ്കമയിലിന് ICRA ഇങ്ങനെ കൺഫേം ചെയ്തിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അവരുടെ അടുത്ത് വച്ചിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റും മറ്റെല്ലാ സ്കീമും വളരെ സേഫ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇക്ര അംഗീകാരം കൊടുത്തതാണ്. ഇക്ര സർട്ടിഫിക്കറ്റിനെ വെച്ച് ക്രെഡിറ്റ് ലിമിറ്റിനെ എൻഹാൻസ് ചെയ്തിരിക്കുന്നു. ഇന്നും ഒരുപാട് സ്വർണം വാങ്ങി അവരെ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് മാർക്കറ്റ് വിശ്വസിക്കുന്നു. കാരണം തങ്കമയിൽ പെട്ടെന്ന് കയറിയിരിക്കുന്നു. യാൻ ജുവലേഴ്സ് 3%, ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ 2.8, ഫെഡറൽ ബാങ്ക് 1.7, ഇൻഡസ്ഇൻഡ് 1.4, അട്ടക്ക 1.4, പിന്നെ സിപ്ല 1.4. പുറവും കയറിയിരിക്കുന്നു. വളരെ സർപ്രൈസിങ് ആണ്. 1.4, കോ 1.2, IDFC 1.1. IT സെക്ടർ വളരെ താഴെ ഇറങ്ങിയിരിക്കുന്നു. ECS 2.8, പ്രോ 2.8, OSIS 2.5, CL Tech 2 ഒക്കെ താഴെ ഇറങ്ങിയിട്ടുള്ളതാണ്. സമയം ടെക് മഹീന്ദ്ര 1.8% തന്നെ വിളിഞ്ഞിരിക്കുന്നു. ITCയും ഇതിൻ്റെ ഒപ്പം താഴെ ഇറങ്ങിയിരിക്കുന്നു. ITC എന്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ITCയിലും ഒരു IT കമ്പനി ഇരിക്കുന്ന കാരണം വീഴുന്നോ എന്തോ. എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് സ്പീച്ച് കൊടുത്തപ്പോൾ ഒരു 10% കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു 5% ഏറിയിരിക്കുന്നു. കാരണം ഇലക്ട്രിക് സ്കൂട്ടർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഗ്ഗി വന്നിട്ട് ലൈഫ് ടൈം ലോയിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മുഖ്യ കാരണമുണ്ട്. ഇസാൻ വന്നിട്ട് കളമിറങ്ങിയിരിക്കുന്നു. അക്കൗണ്ട് എത്രയും വേണമെങ്കിൽ ഇറക്കി വിടാൻ പറ്റും. കാരണം സ്വിഗ്ഗി അടി വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് റാപ്പിഡോയുടെ ഓൺലി എന്ന മെത്തേഡ് വെച്ചാണ് അടിച്ചിരിക്കുന്നത്. റാപ്പിഡോ ഒരു സൈഡ് സ്വിഗ്ഗി എന്ന് പറഞ്ഞാണ് നടക്കുന്നു. കാരണം സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗിയുടെ വാല്യുവേഷൻ കിടപ്പിലാണ്. വന്നിട്ട് റാപ്പിഡിനെ ക്വിക്ക് കോമേഴ്സിൽ ഇൻക്രീസ് ചെയ്യുന്നു. കോമ്പറ്റീഷൻ ഇൻറ്റൻസിഫൈ ആയ കാരണം ഇതിൻ്റെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ വാല്യുവേഷൻ നോക്കുമ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു. സൊമാറ്റോയും പ്രഷറിലിരിക്കുന്നു. സ്വിഗ്ഗി ഓൾ ടൈം ലോയ്ക്ക് ചെന്നിരിക്കുന്നു. ഇരുന്ന് മാർക്കറ്റ് റിക്കവർ ആവുന്നു എന്ന കാര്യം വളരെ പാടാണ്. റാപ്പിഡോ ഓൺലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിക്കുവാണെങ്കിൽ ഇന്നും വളരെ മോശമായിട്ട് പോകും. കൊറിയ വന്നിട്ട് $576 ബില്യൺ AI ചിപ്പ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ റെഡി ചെയ്യുന്നു. വാനിലിരിക്കുന്ന ചിപ്പ് പ്ലാന്റ് ഒക്കെ ഇവിടെ മാറ്റി തന്നെ ടെക് ഇൻഡസ്ട്രിയിൽ കണ്ടക്ടർ ചീഫായിട്ട് മാറണമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ സൈഡും കത്തിരിക്കോല് വെച്ച് ചക്കുന്ന് വെട്ടിയതിൽ 1.5 ലക്ഷം ആൾക്കാരിന് ജോലി പോയായിരുന്നു. ഇത് മാത്രമല്ല കൊല്ലം ഗ്ലോബലായിട്ടാണ് ചെന്നിട്ടുള്ളത് ജോലിയൊക്കെ. കൊല്ലം ഇനിയും ഇന്ത്യ അടിക്കാൻ വളരെ പാടായിരിക്കും.
സിറ്റി എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ അവർ ചെന്നിട്ട് മഹേന്ദ്രയെ കെട്ടിപ്പിടി വൈദ്യം ചെയ്ത് മഹേന്ദ്രയ്ക്ക് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നു എന്ന് പറയുന്നു. US സുപ്രീം കോർട്ട് എന്ത് പറഞ്ഞു എന്നാൽ ചില കാര്യത്തിൽ നിങ്ങൾ കൈവയ്ക്കാൻ പറ്റൂല ട്രംപ്, യു സ്റ്റാൻഡ് ഇൻ ദി ക്യൂ, കേസിന് ഞങ്ങൾ നോക്കാം, അതിൻ്റെ ശേഷം പിന്നെ ഡിസൈഡ് ചെയ്യാം. ഫെഡറൽ ഇൻട്രസ്റ്റിന്റെ മേളിൽ ട്രംപ് കൈവയ്ക്കാൻ പറ്റൂല, ഒരു വാക്ക് പാലിച്ചിരിക്കുന്നു. ക്യൂർ ഇൻഫ്ലേഷൻ കയറുന്ന തോറും ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുമെന്ന് പറയുന്നു. ആപ്പിൾ ഷെയർ പ്രൈസ് 6 വിളിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രോഡക്ട്സിന്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഗോൾഡ് ETF കൂടുതലായിട്ടാണ് ഇരുന്നത്, എക്സ്പെഷ്യലി ഇൻ ഫോറിൻ മാർക്കറ്റ്. നിയർലി $5.5 ബില്യൺ ETF വെളിയിൽ ചെന്നിരിക്കുന്നു. HDFC ബാങ്കിൽ നിന്ന് ഒരു IAS ഓഫീസറിന് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. പാർട്ട് ടൈം എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് മാറിയിരിക്കുന്നു. പേര് രാജീവ് കുമാറാണ്. വന്നിട്ട് 16,600 കോടി ബില്യൺ നാട്ടിന് എക്സ്പോർട്ട് ചെയ്യുന്നു. അഗ്രികൾച്ചറൽ ഫേംസ്, കൾച്ചർ ആൻഡ് അതർ ഇൻപുട്സ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ട് പോകുന്നു. ഇതസ് വന്നിട്ട് എക്സ്ട്രായിങ് ബയോടെക്കിന് അക്വയർ ചെയ്യാൻ വേണ്ടി ഇവർ വരയ്ക്കും എക്സ്റ്റൻഷൻ വാങ്ങിയിരിക്കുന്നു. റെഡിങ് ദ വിന്നിംഗ് സ്ട്രീക്ക് ഇന്നും കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു. FD ഒബ്സർവേഷൻ ഇരുന്നാലും അതിനെ മാനേജ് ചെയ്തു. ഇത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്ന് 16 വർഷത്തിൻ്റെ കേസാണ് ബിറ്റ്വീൻ സൺ ഫാർമ ആൻഡ് അതേഴ്സ്. ഇതിനെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ അപ് ടു $40 മില്യൺ വരയ്ക്കും ടേൺ അറൗണ്ട് ചെയ്യുമെന്ന് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരിക്കുന്നു. 5 കൊല്ലത്തിൽ 4.4 ബില്യൺ വ്യക്തി സ്റ്റേഷനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ടാറ്റ മോട്ടോഴ്സും കാസ്ട്രോളും ചേർന്ന് എഞ്ചിൻ ഓയിലിനെ റീസൈക്കിൾ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യണത് പോലെയാണ് അവർ ചെയ്യാൻ പോകുന്നു. രാജ് ഓട്ടോയും CNG കംപ്രസ് നാച്ചുറൽ ഗ്യാസും ഇട്ടുണ്ട്. എസ്പെഷ്യലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ പെട്രോൾ ആൻഡ് CNG ഗ്യാസ് വളരെ കുറഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഓട്ടോമേക്കേഴ്സ് ഓവർസീസിൽ എക്സ്പാൻഡ് ആയിരിക്കുന്നു. അവിടെ ഹൈയാ ചെന്നിരിക്കുന്നു. വെഹിക്കിൾ എക്സ്പോർട്ട് 24%, 24%, 6.6 മില്യൺ യൂണിറ്റ് റെഡി ചെയ്താണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കമ്പയർഡ് ടു ടാറ്റ മോട്ടോഴ്സ്, ജാജ് ഓട്ടോ, എൻഫീൽഡ് ഇവർക്ക് ഓവർസീസിലും കുറച്ച് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു. ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കുന്നു. ലോങ് ടേം ഗ്രോത്ത് സ്ട്രാറ്റജിക്ക് ഇതൊരു കീ ആയിട്ട് മാറിയിരിക്കുന്നു. GST കട്ട് അഫോർഡബിൾ കാറിൻ്റെ ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നു. രജിസ്ട്രേഷൻ ഫീൽ കട്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ 16,000 കോടി ക്യാപിറ്റൽ റൈസ് ചെയ്ത് ലോണും ഡെപ്റ്റും ചേർന്നിരിക്കുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് പോലത്തെ ഒരു അലൈൻമെൻറ്റ് തെറ്റാണ്. വന്നിട്ട് റിസർവ് അമിഹം മൂലം പാരന്റ് കമ്പനി മൂലം 6,000 കോടി IPO ഇടുന്നു. എന്നിട്ട് ഒരു ക്ലാസിക് കേസാണ്. ഫിയോ കമ്പനി ഐ എം ചെയർമാൻ, എല്ലാ കമ്പനി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവർ തുടങ്ങി വിട്ടുകൊണ്ട് ലാസ് ആയതും ഷാവിയനായി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. ഇതുപോലെയാണ് OAM ഒന്നുമില്ല. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.